വീട് ക്ലിനിക് വീട് ഈ സെയിം റുട്ടീനായിട്ട് നല്ല ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ട്രാവൽ തുടങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രാവൽ ഈ വർഷത്തെ, അല്ലെങ്കിൽ ഈ 2023 കാര്യമായിട്ട് ട്രാവലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇപ്പം നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. നമ്മൾ മുംബൈയിലാണ് അവൾ സെറ്റിൽ ചെയ്തിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. അങ്ങനെ ഇതാ ഫ്രണ്ടും മോളും, ഇതെൻ്റെ മോളാണ്, അവളുടെ മോളും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ദുരന്തോയിലാണ്. ആകെ മിനിമം സ്റ്റേഷൻസും സ്റ്റോപ്സും മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ട്രെയിൻ പ്രിഫർ ചെയ്യുന്നവർക്കാണ് കേട്ടോ. ഫ്ലൈറ്റിൻ്റെ അത്ര പെട്ടെന്ന് എത്തില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് എത്തും. അതായത് നമ്മൾ രാത്രി 12 മണിക്ക് കയറിയിട്ട് ഇവിടെ ഒരു 6:37 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തിയായിരുന്നു. നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ അത്രയും സമയം എടുത്തിട്ടുള്ളൂ. നോർമലി ബാക്കിയുള്ള ട്രെയിൻസൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നതാണ്. പക്ഷേ ഫ്ലൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് നല്ല സ്ലോ ആണ്. ഒബ്വിയസ്ലി ട്രെയിൻ ആണല്ലോ അല്ലേ. അപ്പോൾ നമ്മളുടെ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കയറി ഇരുന്ന് സെറ്റിലാവുക ചെയ്യുന്നത്. നേരെ കയറി കിടന്നുറങ്ങിയിട്ടുണ്ട്. രാവിലെയായി. നല്ല പുറത്തുള്ള ആ കാഴ്ചകളും ഭംഗികളും ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ടാണ് നമ്മളീ പോകുന്നത്. ഒരു മൈൻഡിനൊരു റിഫ്രഷ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യം അല്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നോളും. അപ്പോൾ നല്ല ഉറക്കമാണ്. അപ്പം അവർ ന്യൂസ് പേപ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഡെക്കൻ ഹെറാൾഡിൻ്റെ ന്യൂസ് പേപ്പറാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഫുഡും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. അപ്പം ബെഡ് കോഫി സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു. യൂണിബിക്കിൻ്റെ 2 ബിസ്ക്കറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനും അവരുടെ തന്നെ സംഭവങ്ങളായതുകൊണ്ട് തന്നെ ബ്രെഡും പിന്നെ ബട്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാംഗോ ലൈക്ക് ഫ്രൂട്ടി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒരു നമ്മൾ വെജായിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കട്ട്ലറ്റോ അല്ലെങ്കിൽ മറ്റേ വടാപ്പാവിൻ്റെ ഒക്കെ പോലത്തെ ഒരു മിക്സ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് വാസ് എ ഫ്ലോപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ല അബദ്ധമായിരുന്നു. പിന്നെ യാപ്പൂന് ട്രെയിൻ ടിക്കറ്റ് ഇല്ല. ബിലോ 10 years എന്തോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യേണ്ടി വന്നു. പിന്നെ അത്ര വിശപ്പൊന്നുമില്ല. ട്രാവൽ ചെയ്യുമ്പോൾ പൊതുവേ നമുക്ക് വിശപ്പ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ലൈക്ക് നമുക്ക് ആ ഫുഡ് കണ്ടിട്ടാണെന്ന് അറിയില്ല, വിശന്നിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ സാൻഡ്വിച്ചസൊക്കെ പോലെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുമായിരുന്നു. ബർഗറോ സാൻഡ്വിച്ചൊക്കെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ അവർ ഉദ്ദേശിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നമ്മൾ ഇതേപോലെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതന്നെ കഴിക്കാൻ പറ്റിയിട്ടില്ല. അത്ര പൊട്ട ടേസ്റ്റായിരുന്നു. നമ്മളെ ഫ്ലേവറേ ഇല്ല. പിന്നെ എന്തിനാണ് വെജ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പം കുറച്ചുകൂടെ സേഫ് ആയിരിക്കുമല്ലോ വെജ് ആകുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നോർത്തിലേക്കൊക്കെ വരുമ്പം നോൺ വെജ് അത്ര പ്രിഫർ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഈ ട്രെയിനിൽ പൊതുവേ ഫുഡൊക്കെ അബദ്ധമായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ആണ് വെജ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ സീറ്റൊക്കെ ഷിഫ്റ്റ് ചെയ്ത് അവർ സെക്കൻഡ് AC-യിലായിരുന്നു, നമ്മൾ തേർഡ് AC-യിലായിരുന്നു. അപ്പോൾ അവർ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൾഡ് കോഫി വന്നിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ഫുഡൊക്കെ കൊണ്ടുപോകും, അവരുടെ തന്നെ പാൻട്രിയിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പം ഈ കോൾഡ് കോഫി വാങ്ങിച്ച് അത് കുടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂഡിൽസ് വന്നായിരുന്നു. അപ്പോൾ നല്ല മാഗി നൂഡിൽസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംഭവം ബോക്സിൽ തുറന്നപ്പോഴത്തേക്കും മാഗി ഒന്നായിരുന്നില്ല, വേറെ എന്തൊരു സാധനമാണ്. എന്തേലും ആവട്ടെ കപ്പ് നൂഡിൽസ് അല്ലേ എന്ന് വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. പക്ഷേ അതും ഒത്തിരി തടിച്ചിട്ടൊക്കെ ആയിട്ട് ഒട്ടും കഴിക്കാൻ കൊള്ളില്ലായിരുന്നു. ആകെ അബദ്ധമായിരുന്നു. ന്യൂഡിൽസ് എന്ന് കേട്ടാൽ തന്നെ അവിടെ ചാടി വീഴുന്നതാണ് യാപ്പു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ കപ്പ് നൂഡിൽസ് ആക്കി കഴിഞ്ഞാൽ ഒന്ന് തീരെ ഉണ്ടാവാറില്ല, കഴിക്കാൻ 3 പേർ കഴിക്കാൻ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് 2 വാങ്ങിച്ച് നോക്കുമ്പോൾ ഇതിനാണെങ്കിൽ ടേസ്റ്റും ഇല്ല. ഒന്ന് വാങ്ങിച്ച് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതിയായിരുന്നു പിന്നെ ആലോചിച്ചത്. എന്തായാലും അവൾക്ക് നൂഡിൽസ് എങ്ങനെയായാലും ഇഷ്ടമായതുകൊണ്ട് അവൾ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അബദ്ധമായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല, അതങ്ങനെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ലഞ്ച് ടൈമാണ്. ഒന്ന് 2 തവണ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ പോയി കളിച്ചു. കുട്ടികളുടെ കാര്യമല്ലേ, പറഞ്ഞാലൊന്നും കേൾക്കില്ല. അപ്പോൾ എസ്കോർട്ടിന് വേണ്ടി ഞാനും ഓരോ പ്രാവശ്യവും അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ പോയി കളിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെയാണ് പോകേണ്ടത്. നെക്സ്റ്റ് ഇതായിരുന്നു ലൈക്ക് ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ടായിരുന്നു ഇവരുടെ സീറ്റിംഗ് വരുന്നുണ്ടായിരുന്നത്. ഇത് രാത്രി ആയതൊന്നുമല്ല കേട്ടോ. ഇത് ടണലിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഡാർക്കായി വരും. ഒത്തിരി ടണൽസ് ഉണ്ട്, അറിയാലോ എല്ലാവർക്കും. മുംബൈയിലേക്ക് വരുന്ന വഴിയിലുള്ള ഒരുപാട് തരം ടണൽസിൻ്റെ ഒരു ടണൽ മാത്രമേ അതായിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അവരുടെ സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും മേലേക്ക് കയറി ഒക്കെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മളുടെ സീറ്റിലേക്ക് തന്നെ പോവുകയാണ്.
സെക്കൻഡ് മീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ലഞ്ചാണ്. അപ്പോൾ ചോറും പരിപ്പ് കറിയും പനീർ കറി, വെജ് ആയതുകൊണ്ട് പനീർ കറിയും പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പൊട്ടറ്റോൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒക്കെ തണുത്തിട്ട് ആകെ ഒരു അവശതയായിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ചപ്പാത്തിയും ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കമ്പയർ ചെയ്തിട്ട് ലഞ്ച് നല്ലതായിരുന്നു. ചപ്പാത്തിയും പനീർ കറിയും നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് വേണമായിരുന്നു. റൈസ് ആരും തൊട്ടില്ല, ദാൽ കറിയും തൊട്ടില്ല. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കിത് മതിയാവില്ലല്ലോ, എൻ്റെ കയ്യിലൊരു ബോക്സും കൊണ്ടുണ്ട് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്നാൽ പനീർ കറി തന്നേക്കേ, ദാൽ മതിയോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വേണ്ട പനീർ കറി തന്നോ. അപ്പോൾ പനീർ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കൻ ഉണ്ട് വേണമെന്ന് വെച്ചു. അങ്ങനെ ഒരു ചിക്കനും വാങ്ങിച്ചു. ഇപ്പോൾ ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ വാങ്ങിച്ചു. ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ കഴിച്ചു. യാപ്പന് വെജ് തന്നെ കൊടുത്തു. അതും കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞ് എണീച്ചപ്പോഴാണ് ഒരാൾ ഇതാ സ്നാക്സ് എന്നും പറഞ്ഞിട്ട് കൊണ്ടുത്തരുന്നത്. ഈവനിങ് സ്നാക്സ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ, പിന്നെ ഇതാണ് എന്തൊരു പാവ് ഉണ്ടായിരുന്നു, പിന്നെ ഇതേപോലത്തെ ഒരു കച്ചൂരി ഉണ്ടായിരുന്നു, പിന്നെ ചോക്കോപ്പൈ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും നല്ല ഉറക്കം തന്നെയായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ എടുത്തിങ്ങനെ മെല്ലെ കഴിച്ചു. ചോക്കോപ്പൈയൊക്കെ അവൾക്ക് വേണ്ടി വെച്ചു, ബിക്കോസ് അവൾക്ക് ബോക്സ് ഇല്ലല്ലോ. അപ്പം അതും കോഫിയും വെച്ചു. അപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴിച്ചു. മറ്റേ ആ സാധനം എനിക്കിഷ്ടമായില്ല. ആ ഒരു സംഭവം ഉണ്ടായിരുന്നു, എന്താ പറയുക, ഒരു സമോസൊക്കെ പോലത്തെ. അതിന് ഒട്ടും ഫ്ലേവർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ഞാൻ കളഞ്ഞു. ബാക്കിയുള്ള സാധനങ്ങൾ, ആ മിക്സ്ചർ പോലത്തെ സംഭവമില്ലേ, അത് കഴിച്ചു. ചായയും കുടിച്ചു. അവൾക്ക് ചോക്കോപ്പായും വെച്ചു. സംഭവം നല്ലതായിരുന്നു. കോഫിയായിരുന്നു. ചായയും കോഫിയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മളുടെ സ്റ്റേഷൻ ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു. 7 o'clock നമ്മളുടെ അറൈവിങ് ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതായി ഇറങ്ങാൻ പോവാണ്. ഇനിയിപ്പം കൂടുതൽ മുംബൈ വ്ളോഗ്സുമായിട്ട് സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. ബൈ.